അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പൊരിച്ച കോഴീൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കനിൽ മുളക് പൊടി അതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് പൊരിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ബിരിയാണിയാണിത്. ഇത് നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ 1 കിലോ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിനകത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഫുള്ള് പുരട്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ ഈ ചിക്കനകത്ത് ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം നന്നായിട്ട് എന്നിട്ട് നമുക്കൊരു 5 സവാള എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്യണം. നല്ല നേരിയതായിരിക്കണം കട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. ഈ സവാളയ്ക്കകത്ത് നൈസായിട്ട് കട്ട് ചെയ്താലേ നമുക്ക് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു 10-20 വെളുത്തുള്ളി അല്ലി, ജിഞ്ചർ, ഒരു 5-6 പച്ചമുളക്. നമ്മുടെ പച്ചമുളക് നല്ല എരിവായതുകൊണ്ട് 5 പച്ചമുളക് എടുക്കുന്നുള്ളൂ. എരിവ് കുറവാണെങ്കിൽ 8 എണ്ണം വരെ എടുക്കാം. അപ്പോൾ അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബിരിയാണിക്കകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പൊരിച്ച സവാളയാണ് എടുക്കുന്നത്. വേറെ സവാള നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ബിരിയാണിക്കകത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള നട്ട്സ്, കിസ്മിസ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഈ പൊരിച്ച ഒനിയനകത്തുനിന്ന് ഒരു ഹാഫ് ഒനിയൻ മാറ്റി വെക്കണം. മറ്റേത് നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാൻ നേരത്തെ ഇടാനുള്ളതാണ്. അപ്പോൾ ഈ അരമണിക്കൂർ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളെല്ലാം ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നല്ലതായിട്ട് 2 സൈഡും മുരിച്ച് ഒരുവിധം കുക്ക് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 ബാച്ചായിട്ട് നമ്മൾ നന്നായിട്ട് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളതൊരു 3 ടൊമാറ്റോ നൈസായിട്ട് കട്ട് ചെയ്തത് എടുക്കണം. പിന്നെ നമ്മൾ പൊരിച്ച ചിക്കനകത്തുനിന്ന് ബാക്കി വരുന്ന എണ്ണയ്ക്കകത്തുനിന്ന് കുറച്ച് എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെ ഒന്ന് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫസ്റ്റ്. അത് ഫ്രൈ ചെയ്ത് അതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതിനകത്തോട്ട് ആഡ് ചെയ്യണം. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വഴലാൻ കുറച്ച് സോൾട്ട് ഇടയ്ക്ക് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുച്ച് വെച്ച് നന്നായിട്ട് ടൊമാറ്റോ വഴണ്ട് വരുന്ന വട്ടം വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച സവാളയുടെ ഹാഫ് പോർഷൻ മിക്സ് ചെയ്തത് ഇതിനകത്തോട്ട് ചേർത്ത് ഇത് ഒരുമിച്ച് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുന്ന ടൈമിൽ 1 കപ്പ് മിൻറ്റ് ലീവ്സ്, അതുപോലെ 1 കപ്പ് മല്ലിയില, അത് രണ്ടും കൂടെ വീണ്ടും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ മിക്സിനകത്തോട്ട് ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 1 നാരങ്ങ പിഴിഞ്ഞ ജ്യൂസും പിന്നെ ഒരു 1/2 കപ്പ് കേർഡും അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗരം മസാല, അപ്പോൾ ഗരം മസാല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബിരിയാണിക്കകത്ത് വേറെ ഒരു പൊടികളും നമ്മൾ ചേർക്കുന്നില്ല. മല്ലിപ്പൊടി, ഇനി നമുക്ക് ജീരകപ്പൊടിക്ക് വേറെ 3 കപ്പ് ബസ്മതി റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി മാറ്റി വെക്കണം. ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ ബാക്കി അതും കൂടെ ഒഴിച്ചിട്ട് ഗ്രാമ്പു, ഒരു 6-7 ഗ്രാമ്പു, കുറച്ച് പട്ട, ഒരു 5-6 ഏലക്ക, കുറച്ച് ബേ ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനാവശ്യമുള്ള വെള്ളം, അപ്പോൾ 3 കപ്പിനാണെങ്കിൽ ഒരു 5 കപ്പ് വാട്ടറും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് നേരം തിളപ്പിക്കാൻ വെക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരുന്ന അരി അതിനകത്തോട്ട് ഇട്ടിട്ട് ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം ഒരു 15 മിനിറ്റ് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് വരും. കറക്റ്റായിട്ട് ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് നെയ്ച്ചോറ് പോലെ നന്നായിട്ട് വരും. അതിനകത്തുനിന്നൊരു ഹാഫ് ചോറെടുത്ത് മാറ്റി വെക്കാം. ബാക്കി ഹാഫ് റൈസാണ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ഹാഫ് ആദ്യം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതിനകത്തുനിന്നുള്ള ഏലക്ക, ഗ്രാമ്പു, പട്ട അതൊന്നും എനിക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം റൈസ് മാത്രം, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് കിട്ടുവാണെങ്കിൽ അത് കടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ടേസ്റ്റ് തന്നെ മാറിപ്പോകും.
പിന്നെ ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ മിൻറ്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ, നട്ട്സ്, കിസ്മിസ്, അത് എല്ലാം ഒരു ലെയറിനകത്ത് ആഡ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ഈ ബിരിയാണിക്കകത്ത് നെയ്യ് മാക്സിമം കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് യൂസ് ചെയ്യുക ഇതിനകത്ത്. ഈ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല ഒരു ലെയർ വെക്കണം. വീണ്ടും ബാക്കി റൈസ് ഇട്ട് ഫില്ല് ചെയ്യാം. വീണ്ടും ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ഒരു 1 ടീസ്പൂൺ ഗരം മസാല, മല്ലിയില, പുതിനയില, നമ്മുടെ മിക്സ് ഒനിയൻ, ഫ്രൈഡ് ഒനിയൻ, നട്ട്സ്, കിസ്മിസ് എല്ലാം ഇട്ടിട്ട് നമുക്കിനി ദം ചെയ്യാനായിട്ട് അടച്ചു വെക്കണം. അപ്പോൾ അതിന് മുമ്പിലായിട്ട് നമുക്ക് അതിനകത്തൊക്കെ ഒരു ഹോൾ ഇടാം. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് വരുന്ന ആവി മുകളിലോട്ട് കംപ്ലീറ്റ് കയറി വരാൻ വേണ്ടിയിട്ട്. എല്ലാം അടച്ച് ദം ചെയ്തതിന് ശേഷം, ഇതിപ്പം ദമ്മെല്ലാം ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിനകത്തോട്ട് എടുക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇതാണ്